എന്തുട്ടാണ് കാര്യം? സംഗതി ലൈവാണ് ബൈ. സംസ്ഥാനത്തെ തടവുകാരുടെ കൂലി കുത്തനെ കൂട്ടിയിരിക്കുകയാണ് സർക്കാർ. നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ. 63 രൂപയുണ്ടായിരുന്ന ദിവസക്കൂലിയാണ് 520 രൂപയാക്കിയത്. അതാണ് മരണം. നമ്മളും മരിക്കും. വില ചൊറിയ ചെരങ്ങ ചാർജിലൊക്കെ വന്നു. തടവുകാരുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തിനൊപ്പം അവരുടെ അന്തസ്സും പ്രധാനമാണെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? ഒറ്റയടിക്കായിരുന്നു വർധന. അരുമയാർന്ന ജയിലു മക്കളെ പണം തൂക്കിട്ട് വാ. ഇതോടെ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നവരുടേതിനേക്കാൾ ദിവസ വരുമാനം ജയിലിൽ കഴിയുന്ന കുറ്റവാളികൾക്ക് കിട്ടും. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു. 63 രൂപ കിട്ടിയവർക്കാണ് അത് ദിവസം 520 രൂപയായത്. ആ ഇഷ്ടം ഞങ്ങളോടും കൂടി കാണിച്ചൂടെ? ഒന്ന് കടന്നു പോകുന്നുണ്ടോ? തടവുകാരുടെ കുടുംബങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിനൊപ്പം തടവുകാരുടെ അന്തസ്സും പ്രധാനമാണെന്നാണ് ഉത്തരവിൽ പറയുന്നത്. എന്തെങ്കിലും പറ്റിയ എല്ലാരും എന്നോട് ചോദിക്കത്തുള്ളൂ. തടവുകാരുടെ ദിവസവേതനം വളരെ കുറവാണെന്ന് ചർച്ചകൾ ഉണ്ടായിരുന്നു. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? പാവപ്പെട്ടവരെ ചതിക്കരുത് പ്ലീസ്. തടവുകാർക്ക് മാന്യമായ വേതനം കൊടുക്കണമെന്ന് സുപ്രീം കോടതിയും പറഞ്ഞിരുന്നു. എന്നാൽ 63 രൂപയിൽ നിന്ന് ഒറ്റയടിക്ക് 520 രൂപയാക്കിയതിന്റെ ഞെട്ടലിലാണ് ജയിൽ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. ഇത്രയും കൂലി കൂടുമ്പോൾ അത് രാഷ്ട്രീയ തടവുകാർ അടക്കമുള്ള എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. എല്ലാ ചെലവും കഴിച്ച് ഇത്രയേറെ കൂലി കിട്ടുമ്പോൾ 10-15 വർഷം ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുറ്റവാളികൾക്ക് നല്ലൊരു ബാങ്ക് ബാലൻസ് കയ്യിൽ ഉണ്ടാവുകയും ചെയ്യും. ഇത് നമുക്ക് ദൈവോട്ടി കൊണ്ടുവന്ന ഒരു ചാൻസ് ആണ് കേട്ടോ. സബ്ജയിലും കാണാൻ കിട്ടിയ ഒരു ചാൻസ് ആണിത്. ഈ ചാൻസ് മിസ്സായ ഇനി ഒരിക്കലും കിട്ടുകയില്ല. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.